തൃശൂർ അതിരപ്പള്ളിയിൽ കാലിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച ചികിത്സ പൂർത്തിയാക്കി തിരികെ വിട്ടയച്ചു. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ചികിത്സിച്ചത്. ആനയുടെ ഇടത്തെ പിൻകാലിനാണ് മുറിവേറ്റത്. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് 8-ാം ബ്ലോക്കിലാണ് കാട്ടാനയെ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ ഒരു ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം ചികിത്സ പൂർത്തിയാക്കി തിരികെ വിട്ടയച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ആനയുടെ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് വനംവകുപ്പ് ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ, അതായത് ആനയെ മയക്കുവെടി വെച്ചു. തുടർന്ന് ഈ വലിയ മുറിവാണ്, ഈ മുറിവിൽ വലിയ രീതിയിലുള്ള പഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നീക്കം ചെയ്ത് മരുന്ന് വെച്ച് ആനയുടെ മയക്കം വിട്ടതിന് ശേഷമാണ് ആനയെ വിട്ടയച്ചത്. 3 വെറ്റിനറി ഡോക്ടർമാർ, വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാർ, ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഈ ആനയെ മയക്കുവെടി വെക്കലും ചികിത്സിക്കലും ഒക്കെ നടത്തിയത്. ആന വിജയകരമായി ആ മയക്കത്തിൽ നിന്നും വിട്ട് പുറത്തേക്ക് വന്നു. ആന ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെയുണ്ട്. ആനയെ നിരീക്ഷിക്കും. വരും മണിക്കൂറുകളൊക്കെ ആനയെ നിരീക്ഷിക്കാനായി വനംവകുപ്പ് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. വലിയൊരു സംഘം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും അതുപോലെ തന്നെ മെഡിക്കൽ സംഘവും, അതായത് ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘവും ഉൾപ്പെടെയാണ് രാവിലെ മുതൽ ഈ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനായി രംഗത്തെത്തിയത്. ഈ കല്ലാല എസ്റ്റേറ്റ് സമീപം ഉള്ള സ്ഥലത്താണ് ഈ ആന നിലയുറപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ ആന നിലയുറപ്പിച്ച സ്ഥലത്ത് വനംവകുപ്പിന്റെ സംഘം എത്തിയപ്പോൾ ആന അവിടെ നിന്നും മാറിപ്പോയിരുന്നു. പിന്നീട് ആനയെ കണ്ടെത്താനുള്ള അന്വേഷണമായി. അധികം വൈകാതെ തന്നെ ആനയെ കണ്ടെത്തിയ ആ സമയത്ത് തന്നെ മയക്കുവെടി വെക്കാനായി എന്നതാണ് ഏറ്റവും വലിയ ഭാവം. മയക്കുവെടി വെച്ചു, ആന മയങ്ങി. മുറിവിലെ പഴുപ്പും എല്ലാം നീക്കം ചെയ്ത് മരുന്ന് വെച്ച് ആനയെ ആ മയക്കത്തിൽ നിന്നും വിട്ടുമാറിയ ശേഷം വിട്ടയക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആന ഈ സ്ഥലത്ത് ഈ പഴുപ്പ് കാലിൽ, അമരത്തിന്റെ ഭാഗത്ത് പിൻകാലിൽ, ഇടത്തെ കാലിൽ പഴുപ്പ് ബാധിച്ച വലിയ മുറിവുണ്ടായി. അങ്ങനെ നിലയുറപ്പിച്ച വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെടുന്നത്. നാട്ടുകാർ ആ സമയത്ത് വനംവകുപ്പിനെ വിവരം അറിയിച്ചപ്പോൾ വനംവകുപ്പ് ഇതിൽ ചികിത്സ നൽകാൻ കാലതാമസം എടുത്തു എന്നുള്ള ഒരു ആരോപണം ഈ സമയത്ത് തന്നെ ഉയരുന്നുണ്ട്. പിന്നീട് ആനയുടെ ഈ മുറിവ് വലിയ രീതിയിൽ വ്രണമായി മാറിയപ്പോഴാണ് വനംവകുപ്പ് ചികിത്സിക്കാൻ തയ്യാറായതെന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ട്. എന്തായാലും ആരോപണങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴും തന്നെ ഇപ്പോൾ ആനയുടെ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി. ആനയെ നേരത്തെ സൂചിപ്പിച്ച മുറിവിലെ പഴുപ്പും എല്ലാം നീക്കം ചെയ്ത് മരുന്നെല്ലാം വെച്ച് ആനയെ അവിടെ ആ പ്രദേശത്ത് തന്നെ വിട്ടിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കാനുള്ള വനംവകുപ്പ് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും ആന ആരോഗ്യം വീണ്ടെടുത്ത് സുഖം പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഡോക്ടർമാർ അടങ്ങിയ സംഘവും വനംവകുപ്പ് സംഘവും ഒക്കെ ഉള്ളത്. ഈ ആനകൾ തമ്മിൽ പരസ്പരം കുത്തുകൂടുന്നതിനിടയിൽ പറ്റിയ മുറിവ് ആകാം എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് സംഘമുള്ളത്. എന്തായാലും ആന പ്രദേശത്ത് തന്നെ തുടരുന്നുണ്ട്, തോട്ടത്തിൽ തന്നെ തുടരുന്നുണ്ട്. നിരീക്ഷിക്കാൻ ജീവനക്കാരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദീപ്തി. അനീഷ്, തൃശൂർ അതിരപ്പള്ളിയിൽ കാലിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച ചികിത്സ പൂർത്തിയാക്കി തിരികെ വിട്ടയച്ചു. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ചികിത്സിച്ചത്. ആനയുടെ ഇടത്തെ പിൻകാലിനാണ് മുറിവേറ്റത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.